ഇൻവൈറ്റ് ചെയ്തു. എൻ്റെ പേര് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഒന്നും കൂടെ ഞാൻ പറയാം. എൻ്റെ പേര് സ്വപ്ന എന്നാണ്. കോഴിക്കോടാണ് വീട്. ഫിജിക്കാർ എന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഏകദേശം 6 വർഷമായി. ഈ ഒരു 6 വർഷം എന്താ പറയുക, മാഡം സാറ് നേരത്തെ പ്ലാൻ പ്രസൻറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ഇപ്പം എന്നെപ്പോലെ തോന്നണം, എനിക്ക് ഒരുപാട് സാധാരണക്കാരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് പാലക്കാടിൻ്റെ മണ്ണിൽ. അപ്പോൾ എന്തായാലും ഈ സാധാരണക്കാർ അസാധാരണക്കാരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മളെല്ലാവരും ഒരേ ഒരു ബിസിനസ് ഏറ്റെടുത്ത വ്യക്തികളായതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ പോലെ അല്ലെങ്കിൽ പല ലീഡേഴ്സും വാങ്ങുന്ന വരുമാനം നിങ്ങൾക്കും വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എന്തായാലും എല്ലാവരും ആദ്യം തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു 6 വർഷം മുന്നേ നിങ്ങൾ ഈ പ്ലാനിൽ കേട്ടത് അല്ലെങ്കിൽ സത്യമാണോ, അത് ചില ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഇത് കിട്ടുമോ കിട്ടൂലേ എന്നുള്ളത്. അപ്പൊ എന്തായാലും എന്താ പറയാ, ഞാൻ അതിലേക്ക് വരിക. കാരണം ഞാനും 6 വർഷം മുന്നേ ഫിജിക്കാർ, എനിക്ക് ഒരിക്കലും ഇങ്ങനൊരു കൺസെപ്റ്റിൽ വരുമെന്നൊന്നും ഒരിക്കലും എനിക്ക് എന്താ പറയാ ഒരറിവുമില്ല. കാരണം എനിക്കൊരു സ്വപ്നമുണ്ട്, അതായത് എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ മക്കളെ വിദ്യാഭ്യാസം, എൻ്റെ മക്കളെ ജോലി എന്നുള്ള സ്വപ്നം, അതായത് എങ്ങനെയെങ്കിലും നല്ല വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മേഖലയായിട്ട് ഒരിക്കൽ പോലും ഞാൻ എന്താ പറയാ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം നേരത്തെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത്, മാഡം ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഒരു 8ാം ക്ലാസ് വിദ്യാഭ്യാസമാണെന്നുള്ളത്. ആ വിദ്യാഭ്യാസം എനിക്ക് തോന്നുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ 5ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. എൻ്റെ അച്ഛൻ നന്നായിട്ട് എഴുതുകയും ചെയ്യും, അതുപോലെ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വിദ്യാഭ്യാസം 8ാം ക്ലാസ് തന്നെയാണെങ്കിലും എനിക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ പേടിയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫോണ് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല. അങ്ങനെ ഒരു എഴുതാനും വായിക്കാനും, എൻ്റെ എഴുത്തെല്ലാം കണ്ടതാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും എഴുത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല, പണം കൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും അതിനൊരു മാറ്റം വന്നിട്ടില്ല, എന്നാലും മാറ്റം വരുമായിരിക്കും എന്തായാലും. അപ്പം അങ്ങനെ ഞാൻ അത്രയും, അതായത് ഞാൻ അങ്ങനെ പരിചയപ്പെടുത്താൻ കാരണം ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ബിസിനസ്സുമായിട്ട് ഒരു രീതിയിലും ഒരു ബന്ധം എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പറ്റിയില്ല. അത് എനിക്ക് തോന്നുന്നത് ഈ പ്ലാനിൽ ഉണ്ട് അല്ലേ, ഏതൊരു സാധാരണക്കാരിക്കും അസാധാരണക്കാരാവാന്ന്. അതെനിക്ക് തോന്നുന്നത് ചെറിയ രീതിയിലെങ്കിലും ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ മുഴുവനായെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ചെറിയ രീതിയിലെങ്കിലും തെളിയിച്ചിട്ടുണ്ട്. കാരണം ഒരു 6 വർഷം മുന്നേ ഞാനൊരു വീട്ടുജോലിക്ക് പോയിട്ടുള്ള ഒരു വ്യക്തി, ഒരുപാട് വീട്ടുജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ടുണ്ട്. ഇതൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു ലക്ഷ്യം, ഇതൊക്കെ എന്തിനാ ചെയ്തത്, ബാധ്യതകൾ തീർക്കണം, അതായത് എങ്ങനെയെങ്കിലും എൻ്റെ ബാധ്യതകൾ തീർക്കണം, എനിക്കൊരു വീട് വേണം എന്നുള്ളൊരു സ്വപ്നമാണ് എൻ്റെത്. പക്ഷെ നടക്കണില്ല. കാരണം ഒരു 29-30 വർഷക്കാലം ഓടിയിട്ടും, ഞാൻ ഒറ്റയ്ക്ക് ഓടിയിട്ടുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഓടിയിട്ടുണ്ട്. പക്ഷെ ഒന്നും എനിക്ക് ഒരു രീതിയിൽ പോലും ഒരു ബാധ്യത തീർക്കാനോ എനിക്കൊരു വീട് വെക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ചിലപ്പം പറയുമ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് പറഞ്ഞ് തീർക്കാൻ എനിക്ക് പറ്റില്ല. അത്രത്തോളം വേദനകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം പണമില്ലാത്തതിൻ്റെ പേര് തന്നെ. പക്ഷെ എന്നാലും എവിടേക്കോ ഞാൻ എന്തെല്ലോ ആവും എന്നുള്ള ഒരു സ്വപ്നം എനിക്ക് കുഞ്ഞിലേ ഉണ്ട്. അതായത് ഒരു 16 വയസ്സ് 17 വയസ്സ് സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, ഞാൻ എന്തെല്ലോ ആവും എന്നുള്ള. പക്ഷെ ആ ഇതിലേക്ക് എത്തുന്നില്ല. പിന്നെയും നമ്മൾ ഞാൻ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ദൈവം ഉണ്ട് എന്നുള്ളതെല്ലാം വെറുതെ പറയുന്നതാണെന്ന് ഞാൻ തന്നെ മനസ്സിൽ. കാരണം നമുക്ക് ഓരോ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു അവസരം നമുക്ക് വരുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും താഴ്ചയിലേക്കാണ് നമ്മൾ പോണത്. അപ്പൊ അങ്ങനെ നമ്മൾ പിന്നെന്താ പറയാ, ഓരോ ആളുകളുടെ മുന്നിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു സമയം, അതായത് അവഗണന ആട്ടെല്ലാം കിട്ടിയിട്ട് ഒരുപാട് കിട്ടിയ ഒരു വ്യക്തിയാണ്. കാരണം പണം ഇല്ലാത്തതിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കാനുണ്ടോ, എന്തൊക്കെ വേദനകൾ സഹിക്കാനുണ്ടോ, അതൊക്കെ സഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം മക്കളെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം, അവർക്ക് നല്ലൊരു വീട് വേണം. അങ്ങനെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിലെ, അതായത് ഒരു 16-17 വയസ്സ് ആ സമയത്തെ ഞാൻ എന്താ പറയുക, എൻ്റെ സ്വപ്നം പോവാണിയാൻ വേണ്ടിയിട്ട് ഞാൻ പല സ്ഥലത്തും ഞാൻ എന്താ പറയുക ജോലിക്ക് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. ജോലിക്ക് നടക്കുമ്പോൾ നിങ്ങൾ എനിക്ക് 8ാം ക്ലാസ് വിദ്യാഭ്യാസത്തിനുണ്ട്, അതേപോലെ തന്നെ എനിക്ക് എന്താ പറയുക 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ആദ്യം ചോദിക്കണം ആധാർ കാർഡ്, അല്ലെങ്കിൽ ആധാർ കാർഡ് ഓക്കെ കുഴപ്പമില്ല, പക്ഷെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ നമുക്കത് കൊടുക്കാനില്ല. അപ്പം ഇങ്ങനെ പോയി പിന്നെ നമുക്ക് വേറൊരു വഴിയും ഇല്ലാണ്ടായപ്പോൾ വീട്ടുജോലിക്ക് പോയി. അതിലൊന്നും ഒരു അഭിമാനക്കുറവൊന്നുമില്ല. കാരണം എങ്ങനെയെങ്കിലും മക്കളെ പഠിപ്പിക്കണമെന്നും അല്ലെങ്കിൽ അവർക്കൊരു നല്ല ജോലി ഉണ്ടാക്കണമെന്നും മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത്
പല ജോലികളും ചെയ്ത് രാവും പകലും എനിക്ക് തോന്നുന്നു ഒട്ടേറെ ദിവസങ്ങൾ, നല്ല ദിവസങ്ങളെല്ലാം വരുന്ന സമയത്ത് എനിക്ക് കണ്ണീരും വീഡിയോ എടുത്ത് ഗ്രൂപ്പിലിടരുത്, കാരണം നാളെ സ്റ്റേജിൽ എനിക്ക് വരേണ്ടതാണ്. അപ്പോൾ എന്താ പറയുക, അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്താ പറയുക, എപ്പോഴും എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും നേടാൻ പറ്റുമെന്നിങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ പോലും പക്ഷെ നടക്കാണ്ട് ഞാൻ എന്നെ തന്നെ വേദനിപ്പിച്ച ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് അവസാന ഘട്ടത്തിൽ നമ്മൾ എപ്പോഴും അഭയം പ്രാപിക്കുന്നത് മരണമാണ്. കാരണം അത്രക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സമയമാണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ ഇതാക്കണം. എല്ലാവർക്കും ജീവിക്കണം, അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് നല്ലത് വരണം എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാനും ഒരുപാട് വേദന അനുഭവിച്ചു. എൻ്റെ കൂടെ എൻ്റെ 2 മക്കളും ഈ വേദനകളും ഈ യാതനകളും അവരും കാണുന്നുണ്ടല്ലോ, അവരും അനുഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചില സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിങ്ങനെ കാണുമ്പോൾ. കാരണം എൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം, മക്കളിലൂടെ എന്തെങ്കിലും അവരെങ്കിലും നന്നാവും എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ചില സമയത്ത് നമ്മൾ തോറ്റുപോകും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പറയുന്ന, ഞാൻ ചിന്തിച്ചത്, നിങ്ങളല്ല, ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ ദൈവം വെറുതെ പറയാണ് നമുക്ക് ഇത്രയും, അതായത് നമ്മൾ ഇത്രയും വേദനകളെല്ലാം അനുഭവിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇതിലെങ്കിലും വരണ്ടേന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കണ്ട ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നന്നാവണം. ജോലി എന്തായാലും എനിക്ക് നല്ലൊരു ജോലി കിട്ടൂല. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പറയും, പിന്നെ ഞാൻ 50,000 വാങ്ങും, 10,000 വാങ്ങും, അല്ലെങ്കിൽ നല്ല വീട് ഞാൻ വെക്കും, പിന്നെ എനിക്ക് നല്ല വാർപ്പിട്ട വീട് ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇന്ന ജോലിയാവും, ഞാൻ നന്നായിട്ട് കുറേ ആളുകളെ മുന്നിൽ അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന്, കാരണം അമ്മായിമ്മ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ആദ്യം നീ ഇരിക്കേ, എന്നിട്ട് എന്താക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാന്നാണ്. പക്ഷെ എനിക്കിത് കേൾക്കുമ്പോൾ, എന്നെ നെഗറ്റീവ് ആക്കുമ്പോൾ എനിക്ക് വീണ്ടും ഞാൻ പോസിറ്റീവായിട്ട് മാറുമെങ്കിലും ചില സമയത്ത് നമുക്ക് അനുഭവിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും, ചില സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ മക്കളെ ഒരു ചെറിയൊരു കാരണമായിരിക്കും, ചിലപ്പോൾ ഒരു പെന്നില്ല എന്നുള്ളതായിരിക്കും, ചില സമയത്ത് ഒരു കടലാസില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം എനിക്കിതിനൊക്കെ പറ്റിയില്ലല്ലോ, എൻ്റെ മക്കളെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ എൻ്റെ മക്കളെ ആഗ്രഹങ്ങൾക്ക് പോലും ഒരു നല്ലൊരു അമ്മ ആവാൻ പറ്റിയില്ലേ എന്നുള്ള ഒരു കുറേ, അതായത് അന്നേരമാണ് നമ്മൾ ചിന്തിക്കണം, എൻ്റെ വിദ്യാഭ്യാസം ഇത്ര ആയിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറ്റിയത്, അല്ലെങ്കിൽ ഞാൻ വന്നു കയറിയ സ്ഥലം ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കല്യാണം കഴിച്ച് വിട്ടുകൊടുത്തത്, അങ്ങനെ കുറേ ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശരിക്കും പല സമയത്തും ഞാനിങ്ങനെ ആലോചിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ്, അതായത് എന്തിനേക്കും എൻ്റെ അമ്മയും അച്ഛനും ഇത്രയും വേഗം തന്നെ എന്നെ കല്യാണം കഴിച്ച് വിട്ടതെന്ന് പല സമയത്തും ഞാൻ ആലോചിക്കും. കാരണം ഇത്രയും ഞാൻ അനുഭവിച്ച് എന്നാൽ അവരെല്ലാം വരുന്ന സമയത്ത് അമ്മയൊക്കെ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും കരഞ്ഞിട്ടുണ്ട്. അമ്മയോടെല്ലാം ഞാൻ ഓരോ ചോദ്യം ഇപ്പം ഭയങ്കര വിഷമമാണ്. കാരണം അമ്മയോട് പലപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യമാണ്, ഞാൻ കരയും എപ്പോഴും. എൻ്റെ അമ്മ എൻ്റെ നേരെ മുഖത്ത് നോക്കൂല എന്നെ, കാരണം അത്ര സിറ്റുവേഷൻ അത്രയും മോശമായിട്ടാണ്. കാരണം പിന്നെ ഞാൻ കരയുന്നത്, ഒരിക്കലും ഒരു മക്കൾ കരയുന്നത് അമ്മമാർക്ക് കാണാനുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പം ഞാനിതിങ്ങനെ പറയുമ്പോൾ ഞാൻ നിങ്ങൾ കല്യാണം കഴിച്ചത് കൊണ്ടാണ്, കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കണം എന്നെല്ലാം പറയുമ്പോൾ അമ്മ എപ്പോഴും ലാസ്റ്റിലേക്ക്, അതായത് അമ്മ ഇപ്പം ഇല്ല, പക്ഷെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മോള് രക്ഷപ്പെടും. പക്ഷെ അത് എനിക്കും അറിയാം, ഞാൻ എന്തോ രക്ഷപ്പെടും. എനിക്കും ഒരു സ്വപ്നങ്ങളുണ്ട്, പക്ഷെ ആ സ്വപ്നങ്ങളിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. പല ജോലികളും പല കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടും എനിക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഉള്ള കാര്യം പറയാം, ഞാൻ എപ്പോഴും എനിക്ക് ആദ്യം ചെറുതായിട്ട് എന്തെങ്കിലും പൈസ ആയിട്ടോ, ഇനി 10 ആണെങ്കിലും ചിലപ്പം താഴേന്ന് വീണ് കിട്ടും. അപ്പൊ പിന്നെ ഞാൻ ഇനി എനിക്ക് ചിലപ്പോൾ കോടികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. 10 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ കോടികൾ കിട്ടും. ദൈവം അങ്ങനെയാണ് എൻ്റെ മുന്നിലേക്ക് എത്തണത് എന്നാണ് ഞാൻ പിന്നെ ചിന്തിക്കണം. അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ സ്വപ്നം കാണും. പക്ഷെ എങ്ങനെ സ്വപ്നം കണ്ടിട്ടും അവസാന നിമിഷത്തിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഫിജി കാർഡിൽ എൻ്റെ പ്ലാന് എന്നിലേക്ക് എത്തിക്കണം. ഒരു 29 വർഷക്കാലം പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ ആദ്യം ആ പ്ലാന് കേൾക്കുന്ന സമയത്ത്, എന്നോട് പറഞ്ഞ സമയത്ത്, എന്നോട് സ്വപ്നിച്ച് എന്തായാലും രക്ഷപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നാണ് നീ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതായത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഞാൻ മരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ആളാണ് രക്ഷപ്പെടുത്തിയത്. അതേ ആളാണ് എന്നോട് ഇത് പറയുമ്പോൾ ഞാൻ ആളോട് പറഞ്ഞത്, ഇനി നീ എന്നെ കൊടുക്കരുത് രാധിക, ഞാൻ എങ്ങനെയെങ്കിലും പോട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ എൻ്റെ മക്കളെ നോക്കും, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നതാണ്. സ്വപ്നിച്ച് അതല്ല, എന്തായാലും ഈ പ്ലാന് കേൾക്കണം എന്ന് പറയും. ഞാൻ ആള് എൻ്റെ നേരെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ മാറിക്കാളും.
അങ്ങനെ കുറേ പ്രാവശ്യം എന്നോട് ഈ പ്ലാൻ മെല്ലെ മെല്ലെ പറയാനുള്ള രീതിയിലേക്ക് ഒരു 2-3 ആഴ്ച ആൾ എന്നോട് സ്വപ്നിച്ച് രക്ഷപ്പെടും, സ്വപ്നിച്ച് രക്ഷപ്പെടും. പിന്നെ ഞാൻ അത് കേൾക്കൂലെന്ന് കണ്ടപ്പോൾ ആൾ എന്താക്കി എൻ്റെ മോളെടുത്ത് പോയി പറഞ്ഞു, ഈ പ്ലാൻ ഒന്ന് കേൾക്കണം മോളെ, അമ്മ എന്തായാലും രക്ഷപ്പെടും, അമ്മ എന്തൊക്കെ അനുഭവിച്ചു അതൊക്കെ പറഞ്ഞ സമയത്ത് ആളൊരു സമയത്ത് എന്നോട് പറഞ്ഞു, അമ്മ അന്നായിട്ട് രാധികേച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം നമുക്കൊന്ന് കേട്ട് നോക്കാം എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇന്ന് ഈ കേട്ട പ്ലാന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഈ പ്ലാൻ ഞാൻ കേട്ടത്. സത്യം പറഞ്ഞു വെച്ചാൽ ആളെങ്ങനെങ്കിലും ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ആ പ്ലാന് കേട്ടത്. അപ്പൊ ആ സമയത്ത് ആ പ്ലാൻ